പാലക്കാട് ജില്ലയിൽ ചരിത്രപ്രസിദ്ധമായ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണത്. അയലൂർ പുഴയ്ക്ക് കുറുകെയുള്ള അയലൂർ പാലത്തിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു മഴക്കാലമാണെങ്കിലും പുഴയിൽ വെള്ളം വളരെ കുറവാണ്. സാധാരണ ഈ സമയത്തെല്ലാം പാലത്തിനോട് ചേർന്നാണ് വെള്ളം ഒഴുകി പോവാറ്. മഴ കൂടി പോത്തുണ്ടി ഡാം തുറന്നാൽ പാലത്തിന് മുകളിലൂടെയും വെള്ളം ഒഴുകിപ്പോയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ അയലൂരിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു അയലൂർ വീഡിയോ ആയി വന്നതിന് ഒരു കാരണമുണ്ട്. ഇതുവരെ പരിചയപ്പെടുത്താത്ത അയലൂരിലുള്ളൊരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അയലൂർ വന്നാൽ ഉറപ്പായും കണ്ടിരിക്കേണ്ടതും എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ടതുമായ ചരിത്ര പ്രസിദ്ധമായ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം അയലൂരിലുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അയലൂർ SM ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തുള്ള അയലൂർ യൂണിയൻ വായനശാലയെക്കുറിച്ചാണ്. 122 വർഷം പിന്നിട്ട് ഇപ്പോഴും ഈ വായനശാല അയലൂർ തലവട്ടാമ്പാറയിൽ തല ഉയർത്തി ആ പഴയ പ്രൗഢിയോടുകൂടി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അയലൂരിലെ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന പല വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തെങ്കിലും അന്നൊന്നും ഈ വായനശാല ഉൾപ്പെടുത്തിയില്ല എന്ന് പലരും പരിഭവം പറഞ്ഞു. ഇന്നാണ് അതിനുള്ള സമയം ഒത്തുവന്നത്. കേരളത്തിലെ പഴയ വായനശാലകളുടെ കണക്കെടുത്താൽ അതിലുറപ്പായും അയലൂരിലെ ഈ വായനശാലയുണ്ടാവും. ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വായനശാലയെക്കുറിച്ച് പറയാൻ. ഈ വായനശാല കണ്ട് അവിടുത്തെ പ്രത്യേകതകളും മനസ്സിലാക്കാം. സ്കൂളിനോട് ചേർന്നാണ് അയലൂർ വായനശാല സ്ഥിതി ചെയ്യുന്നത്. 1890 അയലൂർ സ്കൂൾ ആരംഭിച്ചത്. അതിനുശേഷമാണ് വായനശാല ആരംഭിക്കാനുള്ള തീരുമാനമായത്. ശേഷാദ്രി അയ്യർ എന്ന അന്നത്തെ സ്കൂളിൻ്റെ മാനേജറായിരുന്നു വായനശാലയ്ക്കായി അദ്ദേഹത്തിൻ്റെ 4 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തത്. അന്നത്തെ കൊച്ചി ദിവാൻ വിജയരാഘവാചാര്യ അവർകളായിരുന്നു ഈ ബിൽഡിങ്ങിന് തറക്കല്ലിട്ടത്. പണ്ട് ഈ കെട്ടിടത്തിന് മുകളിലേക്കും പുറത്തുനിന്ന് കോവണിപ്പടിയും വാതിലും കൊടുത്തിരുന്നു. അതിനൊരു കാരണമുണ്ട്. വായനശാലയുടെ അകത്ത് കയറിയിട്ട് അതെന്തിനായിരുന്നു എന്ന് പറയാം. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് പണ്ട് ആ വാതിലുണ്ടായിരുന്നത്. പലരും ആ വാതിലിലൂടെ പല സമയത്തും വായനശാലയ്ക്കുള്ളിൽ അനുവാദം കൂടാതെ കയറാൻ തുടങ്ങിയപ്പോഴായിരുന്നു ആ വാതിലെടുത്തു കളഞ്ഞത്. ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പും പച്ചിലകളും മണ്ണും ഉപയോഗിച്ചാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സന്ദർശിച്ചപ്പോഴും ആ വീടും ഇതേ രീതിയിലാണ് നിർമ്മിച്ചത് എന്നവർ പറഞ്ഞിരുന്നു. പിന്നീട് കെട്ടിടം പഴക്കം ചെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു കിട്ടിയ ഫണ്ട് കൊണ്ട് കെട്ടിടത്തിൻ്റെ തറയിൽ ടൈല് പതിപ്പിച്ചു. ചുമരിൻ്റെ കുറച്ചു ദൂരം സിമെൻ്റ് ഉപയോഗിച്ച് കെട്ടി. കാരണം ആ ഭാഗങ്ങളെല്ലാം കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ കുട്ടിക്കാലം ഈ നാട്ടിലായിരുന്നതുകൊണ്ട് കുറേ പഴയ ഓർമ്മകളാണ് ഈ സ്ഥലം എനിക്ക് സമ്മാനിക്കുന്നത്. ഇനി വായനശാലയുടെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോവാം. പഴയതും പുതിയതുമായ ഒരുപാട് പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 17,000 പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ വായനശാലയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിശദമായി എനിക്ക് പറഞ്ഞു തന്നത് രാജേഷ് ഏട്ടനാണ്. അയലൂർ വായനശാലയുടെ സെക്രട്ടറിയും അയലൂർ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ഒരു ഓഡിറ്റോറിയം കെട്ടുന്ന അതേ രീതിയിലാണ് ഈ വായനശാലയും കെട്ടിയിരിക്കുന്നത്. ആ കാണുന്ന ഷീൽഡുകളും ബുക്കുകളെല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം ഒരു സ്റ്റേജ് പോലെ കുറച്ച് ഉയരത്തിലാണുള്ളത്. ഈ സ്ഥലം സ്റ്റേജിനോട് ചേർന്ന് കുറച്ച് താഴ്ന്നാണ് കെട്ടിയിരിക്കുന്നത്. അതായത് ആളുകൾക്ക് അവിടെ ഇരുന്ന് സ്റ്റേജിലെ പരിപാടികളെല്ലാം കാണുന്ന രീതിയിൽ. ഏറ്റവും പിറകിലായി ഉയരം കൂടിയ ഒരു ബാൽക്കണി പോലത്തെ സ്ഥലമുണ്ട്. അവിടെ മുകളിലിരുന്ന് സ്റ്റേജിലെ പരിപാടികൾ കാണാൻ കഴിയും. പണ്ടത്തെ ഒരു സമ്പ്രദായമാണ് ഇനി പറയാൻ പോകുന്നത്. പണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുമായിരുന്നു. ഈ വായനശാലയിൽ ശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ നാടകങ്ങൾ അരങ്ങേറാറുണ്ട്. അന്ന് അത് കാണുവാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ താഴെ വന്നിരിക്കും. അതായത് സ്റ്റേജിനോട് ചേർന്നുള്ള സ്ഥലത്ത്. ഉയർന്ന ജാതിയിലുള്ളവർ മുകളിലായിരുന്നു ഇരുന്നിരുന്നത്. അവർക്കായി പുറത്തുകൂടി മുകളിലേക്കൊരു വാതിൽ വെച്ചിരുന്നു. ഇതാണ് മുകളിലത്തെ നിലയിലെ ആ വാതിൽ. ഇപ്പം ഇത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ പഴയൊരു സൈക്കിൾ ഇരിപ്പുണ്ട്. നാട്ടിൽ സൈക്കിൾ വന്ന കാലഘട്ടത്തിൽ വായനശാലയ്ക്കായി സമ്മാനിച്ചതാണിത്.
ഇതെല്ലാം റീസ്റ്റോർ ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷിക്കാനാണ് ഈ വായനശാലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കേരളത്തിൽ റേഡിയോ വന്നപ്പോൾ വായനശാലയുടെ ഈ ഭാഗം റേഡിയോ റൂമായി കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. ഈ വായനശാലയുടെ കീഴിൽ പ്രശസ്തമായ ഒരു വോളിബോൾ ടീമുണ്ട്. പണ്ട് അയലൂരിൽ ഒരു കൂട്ടം കലാകാരന്മാരടങ്ങിയ നാടകത്തിൻ്റെ ഒരു ടീമും ഈ വായനശാലയുടെ കീഴിലൂടെ ഉണ്ടായിരുന്നു. 1970 കാലഘട്ടത്തിൽ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഏറ്റവും നല്ല വായനശാലയ്ക്കുള്ള അവാർഡ് നമ്മുടെ ഈ അയലൂർ വായനശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള വായനശാലയെ ബന്ധപ്പെട്ട കുറേ പഴയ ഫോട്ടോസ് ഇവിടെ കാണാൻ കഴിയും. ആ ഫോട്ടോസിൽ നിന്ന് വളരെ വ്യക്തമാണ് വായനശാലയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പഴയ വായനശാലയോട് ചേർന്ന് തന്നെ പുതിയ വായനശാലയുടെ പണി തീർത്തിട്ടുണ്ട്. എപ്പോൾ വേണേലും അതിൻ്റെ ഉദ്ഘാടനം നടക്കാം. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാലും ഈ പഴയ വായനശാല ഇതേപടി നിലനിർത്താനാണ് തീരുമാനം. സ്കൂളിനോട് ചേർന്നതായ കാരണം നാട്ടുകാരെ കൂടാതെ സ്കൂളിലെ കുട്ടികളും ഈ വായനശാലയിലെ പുസ്തകങ്ങൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ PSC കോച്ചിങ്ങും നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പഴക്കം കൂടിയ വായനശാലകളിലൊന്ന് പാലക്കാട് ജില്ലയിലെ വളരെ ചെറിയ ഗ്രാമമായ അയലൂരിലുണ്ട് എന്ന് പറയുന്നത് തന്നെ അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നത് ഈ അയലൂർ എന്ന ഗ്രാമം. അന്നും ഇന്നും ഈ ഗ്രാമത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇനിയുമുണ്ട് പഴമയുടെ പ്രതീകമായ കുറേയേറെ കാഴ്ചകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.